നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം വ്യാവസായിക മേഖലയിൽ കേരളം നല്ല പുരോഗതി കൈവരിച്ചെന്നും ഇത് കേരളത്തിൻ്റെ നേട്ടമെന്ന് പറയാൻ ചിലർക്ക് പ്രയാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFിനോട് വിരോധമായിക്കോളൂ, പക്ഷേ അത് നാടിനോടും ജനങ്ങളോടും ആകരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിഷേധ രൂപത്തിലുള്ള വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വല്ലാത്ത താൽപ്പര്യമാണ് ചിലർ കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ വ്യവസായ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തി ലേഖനം എഴുതിയ ശശി തരൂരിനോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തരൂരിനെ വിമർശിച്ച് രംഗത്തെത്തിയെങ്കിലും തരൂരിനോട് KPCC അധ്യക്ഷൻ K സുധാകരൻ മൃദു നിലപാടാണ് സ്വീകരിച്ചത്. തരൂരിനെ കുറ്റപ്പെടുത്താതെ വ്യവസായ മന്ത്രിയെ തള്ളിയായിരുന്നു സുധാകരൻ്റെ പ്രതികരണം. എന്നാൽ തരൂരിൻ്റേത് അച്ചടക്ക ലംഘനമാണെന്ന് ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെട്ടു. നടപടി തീരുമാനിക്കേണ്ട AICC ആണെന്നും KPCC നേതൃത്വം വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറഞ്ഞ് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായതായി പിണറായി സർക്കാർ അവകാശപ്പെടുന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. തരൂർ പുകഴ്ത്തിയ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറയുമ്പോഴും തരൂരിനെ KPCC അധ്യക്ഷൻ വിമർശിച്ചില്ല. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായി സ്വന്തം അഭിപ്രായം പറയണമെങ്കിൽ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാൻ മാന്യത കാട്ടണമെന്ന് UDF കൺവീനർ MMSN പറഞ്ഞു. ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് തരൂർ ഓരോന്ന് എഴുതുന്നതും പറയുന്നതുമെന്നും ലേഖനത്തിലെ ഉള്ളടക്കം അവാസ്തവവും അടിസ്ഥാനരഹിതവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ അന്വേഷിച്ചാൽ തന്നെ തരൂരിന് സ്വന്തം വാദം ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നും MMSN കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ശശി തരൂരിൻ്റെ ലേഖനം വിവാദമായതിന് പിന്നാലെ പിന്തുണയുമായി ഇടതു നേതാക്കൾ. ശശി തരൂർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും അതിലൊരു തെറ്റുമില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാലും മുതിർന്ന CPM നേതാവ് EP ജയരാജനും പറഞ്ഞു. ലോകമറിയുന്ന ബുദ്ധിജീവിയാണ് തരൂരെന്നും 4 തവണ തുടർച്ചയായി ലോക്സഭയിലേക്ക് ജയിച്ച വിപ്ലവകാരിയാണെന്ന് AK ബാലനും പുകഴ്ത്തി. ശശി തരൂരിനെതിരെ നടപടിയുണ്ടാവില്ലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരൂർ പുകഴ്ത്തിയത് ശരിയായില്ലെന്നും അഭിപ്രായമാണെങ്കിലും വിഷയം ആളിക്കത്തിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് ധാരണ. AICC നേതൃത്വം തരൂരിനെ പാർട്ടി നിലപാട് അറിയിച്ചെങ്കിലും തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തരൂരിനോട് സംസാരിച്ചു. തരൂർ പാർട്ടി നയത്തിലേക്കെത്തും എന്ന് പ്രതീക്ഷിക്കുന്നതായി AICC വൃത്തങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസ് MP ശശി തരൂർ ലേഖന വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി സ്റ്റാർട്ടപ്പ് മേഖലയിൽ നേടിയ വികസനത്തെക്കുറിച്ച് മാത്രമാണ് ലേഖനത്തിൽ പറഞ്ഞതെന്നും കേരളം ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സ്റ്റാർട്ടപ്പ് വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും UDF കാലത്തെ വികസനം LDF സർക്കാർ സ്വാഭാവികമായി മുന്നോട്ട് കൊണ്ടുപോയെന്നും ശശി തരൂർ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു. നിലപാട് മയപ്പെടുത്തിയെങ്കിലും തിരുത്തലില്ലാതെയാണ് ശശി തരൂരിൻ്റെ പോസ്റ്റ്. കണക്കുകളും വിവരങ്ങളും അടിസ്ഥാനമാക്കി തന്നെയാണ് ലേഖനമെന്നും തരൂർ പറയുന്നു. ശശി തരൂർ MPക്ക് ശക്തമായ മറുപടിയുമായി കുഞ്ഞാലിക്കുട്ടി. AK ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിൻ്റെ വ്യവസായ ഭൂപടം മാറിയതെന്നും AK ആന്റണി മന്ത്രിസഭയിൽ താൻ വ്യവസായ മന്ത്രിയായിരിക്കെ കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചും PK കുഞ്ഞാലിക്കുട്ടി എടുത്തു പറഞ്ഞു. ശശി തരൂർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും അതിൽ UDF സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും രാഷ്ട്രീയ സാഹചര്യം ലീഗ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 300 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ദരിദ്രരും ദുർബലരുമായ 41.99 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 978.54 കോടി രൂപയാണ് പദ്ധതിക്കായി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ 700 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷയോ അഭിമുഖമോ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ പ്രവേശനത്തിനായി ടൈം ടേബിളും സർക്കുലറും ഇറക്കുമെന്നും ഇത് ലംഘിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും KSTA സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ നിലവാരം കൂട്ടാൻ സംസ്ഥാനം സമഗ്ര വിദ്യാഭ്യാസ ഗുണനിലവാര പദ്ധതി നടപ്പാക്കുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നും മിനിമം മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകുമെന്നും കുട്ടിയെ തോൽക്കില്ല എന്നും
തോൽപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ ആക്ഷേപവുമായി ധനമന്ത്രി. സമരക്കാരെ ഒരു വിഭാഗം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും ഇടതു സർക്കാരിനോടുള്ള താൽപ്പര്യമെന്നും ഇവരെ കുത്തിയിളക്കി വിട്ടവർക്കറിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. മന്ത്രിയുടെ ആക്ഷേപം തള്ളിയ ആശാവർക്കർമാർ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയിച്ചു. ജീവിതശൈലീ രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നതാവണം നമ്മുടെ അടുത്ത ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നവകേരള മിഷൻ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷൻ നേതൃത്വത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരെ ക്യാൻസർ സ്ക്രീനിംഗ് വിധേയമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സർക്കാർ എന്നും ഇതുവരെ 1,36,000 സ്ത്രീകളാണ് പരിശോധനയ്ക്ക് വിധേയരായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളക്കാരൻ പോലീസ് പിടിയിൽ. ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണിയാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് പോലീസ് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചതെന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി. കവർച്ച നടന്ന് 3-ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ള നടത്തിയ റിജോ ആന്റണി ആഡംബര ജീവിതം നയിക്കുന്നയാളാണെന്ന് പോലീസ്. റിജോ ആന്റണിയുടെ ഭാര്യ വിദേശത്താണ്. നാട്ടിലേക്ക് അയച്ച പണം എടുത്ത് ദൂർത്തടിച്ചു കളിയായിരുന്നു റിജോ. ഭാര്യ വരുന്ന സമയമായപ്പോൾ കൊള്ള ചെയ്ത് കടം വീട്ടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രാത്രിയോടെയാണ് പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചത് എൻടോർക്ക് 125 സ്കൂട്ടർ. അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി റിജോ ആന്റണി നടത്തിയ ശ്രമങ്ങൾ CCTVയിൽ പതിഞ്ഞ എൻടോർക്ക് സ്കൂട്ടറിലൂടെ പോലീസിന് കൃത്യമായ റിജോയുടെ വീട്ടിലെത്തിച്ചു. തുമ്പുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ച എന്ന ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ പ്രതിക്ക് മാറ്റാതിരുന്ന ഷൂവും തിരിച്ചടിയായെന്ന് റിപ്പോർട്ടുകൾ. ഷൂവിൻ്റെ അടിയിലെ നിറമാണ് ആളെ തിരിച്ചറിയുന്നതിൽ പ്രധാന വഴിത്തിരിവായത്. 500ഓളം CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. കൃത്യം നടത്തിയ ശേഷം മടക്കയാത്രക്കിടെ വസ്ത്രങ്ങൾ മാറിയും സ്കൂട്ടറിൻ്റെ കണ്ണാടി മാറ്റിയും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രതി വിജയിച്ചെങ്കിലും മാറ്റമില്ലാതെ തുടർന്ന ഷൂ പോലീസിൻ്റെ കണ്ണിൽ പതിഞ്ഞു. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ എന്ന കാട്ടാന 2 വീടുകൾ തകർത്തു. കല്ലുപറമ്പിൽ സാവിത്രികുമാരൻ, രശ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സാവിത്രികുമാരൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗവും ലക്ഷ്മി നാരായണൻ്റെ വീടിൻ്റെ മുൻവശവുമാണ് തകർത്തത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയുടെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ലീഗ് നേതാവിന് പിഴശിക്ഷ. ന്യൂമാഹി പഞ്ചായത്ത് UDF ചെയർമാനും വാർഡംഗവുമായ TH അസലമിനാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 15,000 രൂപ പിഴയിട്ടത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് KK ശൈലജ പറഞ്ഞെന്ന രീതിയിലാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.